വിവാദമായ PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ. സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്നതിലും പാഠ്യപദ്ധതിയിലും ഇടപെടലുകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനാണ് തീരുമാനം. തുടർ നടപടി തീരുമാനിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിക്ക് രൂപം നൽകി. മുൻ സർക്കാർ ഒപ്പിട്ടതുകൊണ്ട് പദ്ധതിയിൽ തുടരാൻ കേരളം നിർബന്ധിതമായെന്ന് മുഖ്യമന്ത്രി VD സതീശ്. കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് LDF സർക്കാർ ഫണ്ട് വാങ്ങിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാവിരുദ്ധമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പ്രതികരിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് PM ശ്രീ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൽ നിന്ന് PM ശ്രീയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. PM ശ്രീക്ക് വേണ്ടി ഫണ്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്, കള്ളമാണ്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. R. ശ്രീജിത്തുണ്ട് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇതിനെക്കുറിച്ച് കൂടുതൽ നടപടികളിലേക്കൊക്കെ കടക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയൊക്കെ നിയമിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. PM ശ്രീയുമായി മുന്നോട്ട് പോകാം എന്ന് തന്നെയാണോ സർക്കാരിന്റെ തീരുമാനം? അമൃത, PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് UDF സർക്കാരിൻ്റെയും തീരുമാനം. മുൻ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പുവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ കേരളം പദ്ധതിയിലെ പങ്കാളിയാണ്. പദ്ധതിയുടെ ഭാഗമായി 199 കോടി രൂപ സ്വീകരിച്ചു. മാത്രമല്ല ഇതിനു പുറമെ 106 കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇനി 1100 കോടിയോളം രൂപ ലഭിക്കാനുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന പണം കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ നികുതി പണത്തിൻ്റെ കൂടിയുള്ള വിഹിതമാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമായി നൽകുന്നത്. അതുകൊണ്ട് അത് വാങ്ങിയെടുക്കുക തന്നെ വേണം എന്നൊരു സമീപനമാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് വെച്ചത്. മാത്രമല്ല ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി ഒരു മന്ത്രിസഭാ ഉപസമിതിക്കും രൂപം നൽകി. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ കൺവീനറായ 4-അംഗ മന്ത്രിസഭാ ഉപസമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. മന്ത്രിസഭാ ഉപസമിതിയിൽ മന്ത്രി N. ഷംസുദ്ദീനെ കൂടാതെ PC വിശ്വനാഥ്, M. ലിജു, റോജി M. ജോൺ എന്നിവർ കൂടി അംഗങ്ങളായിരിക്കും. പാഠ്യപദ്ധതിയിൽ ഇടപെടാൻ അനുവദിക്കില്ല. സ്കൂളുകളുടെ സെലക്ഷൻ, അതായത് സ്കൂളുകളുടെ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ പരിഗണിക്കണം. അതോടൊപ്പം തന്നെ മറ്റ് വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇതെല്ലാം കേന്ദ്രത്തെ അറിയിക്കുന്നതിന് കൂടിയാണ് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.